എവരിവൺ HSST കെമിസ്ട്രി NVT കെമിസ്ട്രി സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അധ്യാപകരാകാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ പറഞ്ഞ HSST കെമിസ്ട്രിയും NVT കെമിസ്ട്രിയും പരീക്ഷകൾ. ഈ രണ്ട് പരീക്ഷകളും ഒരുമിച്ച് ഒരേ ദിവസം നടത്തുമെന്നാണ് PSC ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മെയ് മാസത്തിലെ കലണ്ടറിനൊപ്പം PSC പ്രസിദ്ധീകരിച്ച ആ കലണ്ടറിനൊപ്പം ഈ രണ്ട് പരീക്ഷകളുടെയും തീയതി വന്നിട്ടുണ്ട്. മെയ് മാസം 15-ാം തീയതിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. സോ ഇനി റഫ്ലി ഒരു 80 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ് വസ്തുത. വിശദമായിട്ടുള്ള ഒരു സിലബസും PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സിലബസ് നോക്കി കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനും സാധിക്കും. സോ ഇനി 80 ദിവസം മാത്രമേ ഉള്ളൂ നല്ലൊരു ജോലിയിലേക്ക് കെമിസ്ട്രി അധ്യാപകരാവുക. അതും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കെമിസ്ട്രി അധ്യാപകരാകാനുള്ള ഒരു നല്ലൊരു ചാൻസ് PSC പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. എത്ര ആപ്ലിക്കൻസ് ഉണ്ട് എന്ന് വരെ PSC അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലെസ് ദാൻ 5000 മാത്രമേ ആപ്ലിക്കൻസ് ആയിട്ട് ഉള്ളൂ ഈ രണ്ട് പരീക്ഷകൾക്കും. സോ നന്നായിട്ട് തയ്യാറെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തസ്തികയിൽ ഒരു ജോലി വാങ്ങാനായിട്ട് സാധിക്കും. iPlus ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് PSCയുടെ മാറുന്ന പരീക്ഷാ പാറ്റേണൊക്കെ അനുസരിച്ച് മോക്ക് ടെസ്റ്റുകളും അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഒക്കെ ആയിട്ട് iPlus കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. iPlusൻ്റെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്കിത് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈനിൽ തന്നെ മോക്ക് ടെസ്റ്റും അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നമുക്കറിയാം PSCയുടെ പരീക്ഷാ കലണ്ടർ പ്രകാരം ഈ പരീക്ഷ OMR ആണോ ഓൺലൈൻ ആണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, അത് വ്യക്തമായിട്ടില്ല. അത് ചിലപ്പോൾ അടുത്ത ഫൈനൽ പരീക്ഷാ കലണ്ടറിൽ മാത്രമേ ഇത് വരികയുള്ളൂ. സോ എന്ത് തന്നെയായാലും ഒട്ടും വൈകാതെ പഠിച്ചു തുടങ്ങേണ്ട സമയമാണിത്. ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഈ കോഴ്സിൻ്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും. ആ നമ്പറുകളിൽ വിളിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്താണ് കാര്യങ്ങൾ, എങ്ങനെ അഡ്മിഷൻ എടുക്കണമെന്നൊക്കെ ഉള്ളത്. സോ നന്നായിട്ട് പഠിക്കാനുള്ള സമയമാണ്. ഏവർക്കും ഈ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ച എല്ലാവർക്കും നന്നായി തയ്യാറെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു സർക്കാർ ജോലിയിലേക്ക്, ഒരു അധ്യാപകനാവുക എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.